കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി. ഇവിടെ വീട്ടിൽ സ്വസ്ഥതയില്ല, ഇവിടെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയാണ്. അന്നു ജീവനേകുവാനായെന്തും പാടുപെട്ടു നീ എന്റെ ജീവനായ. ഈ രണ്ട് മക്കള് നിനക്കൊള്ളോണ്ടാ ജീവിക്കുന്നേ, അല്ലയോ? പിള്ളാരെ പ്രതിയാ ജീവിക്കുന്നേ, അല്ലേ നീ ചത്തു കളഞ്ഞേനെ. നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി. നിന്റെ മനസ്സിലെ അന്നത്തെ ചിന്ത, നിന്നെക്കാളും 18 വയസ്സ് കൂടുതലുണ്ട് നിന്റെ ഭർത്താവിന്. അന്നു ജീവനേകുവാനായെന്തും പാടുപെട്ടു നീ എന്റെ ജീവന. എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ 2 കാര്യങ്ങൾ കിട്ടും. ഒന്ന്, നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ ഒരു സാധനം നിന്റെ ലൈഫിൽ ഇല്ല, സ്വസ്ഥതയില്ല. നിന്റെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയാ. എന്നോട്ട് തുടങ്ങിയ മദ്യപാൻ ചെറുപ്പം തൊട്ട് തുടങ്ങിയതാ. നീ പഠിച്ച പണി 18 നോക്കി പുള്ളി ഒന്ന് മാറ്റാൻ മാറിയോ? ഇല്ല. മാറുമെന്ന് നിനക്ക് പ്രതീക്ഷയില്ല. സത്യം, നീ 2 മക്കള് നിനക്കൊള്ളോണ്ടാ ജീവിക്കുന്നേ, അല്ലയോ? പിള്ളാരെ പ്രതിയാ ജീവിക്കുന്നേ, അല്ലേ നീ ചത്തു കളഞ്ഞേനെ. അതൊരു1000 പ്രാവശ്യം നീ മനസ്സിൽ പറഞ്ഞ ഇന്ന് രാവിലെ ദൈവം എന്നോട് പറയുക, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറാൻ പോവാ. ഒന്ന് കൈയടിച്ച ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ അല്പനിമിഷം കർത്താവിന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഈ രാവിലെ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയേ. ഈ സഹോദരി കരയാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങൾ അവിടെ ജീവിതത്തിനകത്തായിട്ടുണ്ട്. ഈ രാവിലത്തെ പ്രാർത്ഥനയിൽ ഇവിടെ കുടുംബത്തിനകത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ അത്ഭുതങ്ങളും ഉണ്ടാകാം. നിന്റെ പേരെന്തോ? അമ്മേ ആരാ? അമ്മയുടെ ആങ്ങളയുടെ മോളാ. മോനെ, ഞാൻ ഇതിലേക്കൂടെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോ ഇദ്ദേഹത്തെ കണ്ടേ, കഴുത്തെ കുരിശൊക്കെ ഇട്ട് നിൽക്കുന്നേ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇവിടെ വീട്ടിൽ സ്വസ്ഥതയില്ല, ഇവിടെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയാ. മോളെ, നിന്റെ ഭർത്താവ് നിന്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എലോഹീമിൽ ആരാധനയ്ക്ക് വരും. ഇവിടെ നിന്റെ ഭർത്താവ് വരുന്നത് മദ്യപാനം ഇല്ലാതായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയുക, നിന്റെ അമ്മയില്ലേ, എനിക്ക് ഭയങ്കര സങ്കട. അപ്പൊ പെന്തക്കോസുകാരിയ, ആങ്ങള പെന്തക്കോസിൽ പോയി, ഭാര്യയും പെന്തക്കോസില. പക്ഷെ ആങ്ങള IPC-കാരനാന്നേലും കുടിയാ. സത്യം സത്യം. എന്നോട് കർത്താവ് പറയുക, നിന്റെ ആങ്ങളയും മദ്യപാനമില്ലാതെ ഇവിടെ വരും. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും, അല്പനിമിഷം ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാ ആളുകളും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുന്ന ആളുകളൊന്ന് സ്തുതിച്ച് ഒരു വീടിന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവം എന്നോട് പറയുക, ഇവരുടെ കുടുംബത്തിന്റെ സ്ഥിതികളെ ദൈവം മാറ്റാൻ പോവാ. ഇവരുടെ കുടുംബം മുച്ചൂടം മുടിഞ്ഞു പോകാൻ പിശാച് ഇവർക്കെതിരെ എടുത്തിട്ട സകല ആദ്യം. എടി മോളെ, ഈ കല്യാണം നടക്കുമ്പോ നിനക്ക് ഈ കല്യാണം വേണ്ടെന്നുണ്ടായിരുന്നു ശരിക്കും? നിന്റെ മനസ്സിനകത്ത് നിനക്ക് പഠിക്കണമെന്നായിരുന്നു, ഇപ്പൊ കല്യാണം കഴിക്കണ്ടെന്നായിരുന്നു നിന്റെ മനസ്സിലെ അന്നത്തെ ചിന്ത. നിന്നെക്കാളും 18 വയസ്സ് കൂടുതലുണ്ട് നിന്റെ ഭർത്താവിന്. ഒന്നും ചെയ്തില്ല, വീട്ടിൽ നിന്ന് അനങ്ങാൻ വിട്ടില്ല. ചാവാൻ നോക്കി എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. നീ എന്താ ചാവാഞ്ഞെന്നറിയാവോ?
എലോഹിമി വന്ന് ദൈവത്തെ ഉയർത്താൻ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എല്ലാരും കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഒരുമിച്ച് ഇന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. ഇവിടെ ജീവിതം തിരിച്ചു വരട്ടെ, ഇവിടെ അത്ഭുതമായി മാറട്ടെ, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തിക്കളയാ, ഇവിടെ വീടിനകത്തേക്ക് ദൈവത്തിന്റെ കരുതല ഈ രാവിലെ ഞങ്ങൾ ആത്മാവിൽ അയക്കുക. സമയം ആങ്ങളെ വിളിക്കണം, അവനെ കൊണ്ടുവരണം, ഭാര്യയെ കൊണ്ടുവരണം, പക്ഷേ എൻ്റെ അമ്മയെ കൊണ്ടുവരണം, വിളിച്ചുകൊണ്ട് വരണം. പോയിരുന്നു നിങ്ങൾ കൈ